ബി എൻ അസ്കർ, ഈ പലതരത്തിലും ഇപ്പോൾ എല്ലാ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും അതിനകത്ത് പിണറായിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പിണറായി മുന്നിട്ട് നിൽക്കുകയും പാർട്ടി പിന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതീതിയുണ്ട്. അതായത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജനെ ഒഴിവാക്കിയതടക്കം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാലും പിണറായിയുടെ പ്രീതിയും അപ്രീതിയും അതിനകത്ത് മാനദണ്ഡമായി നിശ്ചയിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല, ഒരേ സംസ്ഥാന സമ്മേളനത്തിൽ രണ്ട് തരം ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തന രേഖ അവതരിപ്പിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനേക്കാൾ അവിടെ ചർച്ചയാക്കപ്പെടുന്നത്, അതായത് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന രേഖയേക്കാൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട രേഖയായി മാറുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സമ്മേളനം തൊട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന ഈ നവകേരള രേഖയാണ്. അതിൻ്റെ മേലാണ് ചർച്ചകൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. അതായത് സർക്കാരിൻ്റെ ഭരണക്രമത്തിൻ്റെ ആവശ്യങ്ങൾ പാർട്ടിയുടെ നയമായി മാറുന്നു. ഒരുപക്ഷെ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടി ഇടപെടൽ എന്ന നിലയിൽ ഇതിനെ കാണണോ? അങ്ങനെയാണെങ്കിൽ അത് പിണറായി വിജയന്റെ ഒരൊറ്റയാളിലേക്ക് ഈ പാർട്ടി ചുരുങ്ങുകയോ വളരുകയോ ചെയ്യുന്ന സാഹചര്യമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ? ഗോപികൃഷ്ണൻ, ഇതിൽ കാണേണ്ടത് ആത്യന്തികമായി CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങളിൽ അങ്ങും മറ്റു വിമർശകരും ചോദിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ചോദ്യം, മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംഘടനാ സമ്മേളനത്തിൽ ഒരു രേഖ അവതരിപ്പിക്കുന്നു, അത് ഏതൊരു തരത്തിലുള്ള വലിയ വിമർശനത്തിന് സാധ്യതയുണ്ടാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. കേരളം എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു സംസ്ഥാനം എന്ന നിലയിലും പാർട്ടിയുടെ ഒരു ഘടകം എന്ന നിലയിലും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഏക ഭരണമുള്ള സംസ്ഥാനം എന്ന നിലയിൽ 2022 എറണാകുളം സമ്മേളനത്തിലും ഇപ്പോൾ 2025 കൊല്ലം സമ്മേളനത്തിലും മുഖ്യമന്ത്രി ഒരു രേഖ അവതരിപ്പിക്കുന്നു. എങ്ങനെയായിരിക്കണം കേരള വികസനത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ടിൽ പാർട്ടി സെക്രട്ടറി വെക്കേണ്ടിയിരുന്ന ഭാഗങ്ങൾ കൂടിയാണ് വ്യത്യസ്തമായ തലത്തിൽ പിണറായി വിജയൻ സംഘടനാ സമ്മേളനത്തിൽ വെച്ചിട്ടുള്ളത്. അത് പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നു. എങ്ങനെയായിരിക്കണം കേരളത്തിലേക്ക് കേരളം മാറ്റേണ്ടത്, നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വിഷയം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത ബൂർഷ്വാ സംഘടനാ സംവിധാനത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. കേരളം അതിനെ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി മാറ്റി നിർത്താനാവില്ല. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലും മുതലാളിത്ത വ്യവസ്ഥയുടെയും ബൂർഷ്വാ വ്യവസ്ഥയുടെയും സാമൂഹിക ഘടന തന്നെയാണ് കേരളത്തിലുള്ളത്. എല്ലാ കാലത്തും ലോകത്താകമാനമുള്ള മുതലാളിത്ത രാജ്യങ്ങളെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ലോകത്താകമാനം നടന്നിട്ടുണ്ട്. കേരളത്തിലും അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1970 ഡെങ് സിയാഒപിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ മാറ്റത്തിന് വിധേയമായതുകൊണ്ടാണ് ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നത്, കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വകാര്യ മൂലധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിക്ഷേപ സമാഹരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്തരമൊരു കാഴ്ചപ്പാടാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 75,000 കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി നീക്കിവെച്ചു. കേരളത്തിൽ 75,000 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന സ്ഥലത്ത് 25,000 കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം കോടി രൂപ ലഭിക്കുമ്പോൾ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുത്തത് കഴിഞ്ഞാൽ കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് 75,000 കോടി രൂപയാണ്. പക്ഷേ കേരളത്തിന് മാത്രം 25,000 കോടി രൂപ മാത്രമേ നീക്കി വെച്ചിട്ടുള്ളൂ. സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വിഭവ സമാഹരണത്തിലൂടെ കേരളം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ബദൽ മാർഗങ്ങളാണ് ചിന്തിക്കുന്നത്. ഇതൊരു നയം മാറ്റമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്ന അല്ലല്ല, അത് നയമാറ്റമാകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്വകാര്യ നിക്ഷേപം. ഇപ്പോൾ PPP മോഡലാണെങ്കിൽ പോലും ഇതേ സംഭവം കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ അതിനെതിരെ സമരം നടത്തുന്ന പാർട്ടിയാണ് CPM. അതിനെതിരെ പ്രമേയം കൊണ്ടുവരികയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ കേന്ദ്രത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു നയം, അതേസമയം സംസ്ഥാനത്ത് ഇതേ സ്വഭാവം, ഇതൊരു ബദലാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഇതിന് മേന്മയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അതേ നടപടി അല്ലെങ്കിൽ അതേ നയ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിന് ഒരു ചമത്കാരം ഉണ്ടാകുന്നു. ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നേതാക്കളുടെ ദൂർത്തിനെ കുറിച്ചാണ്. ഈ പ്രാദേശിക തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക കൃത്രിമത്തെക്കുറിച്ചാണ്, അവരുടെ സാമ്പത്തിക ഇടപെടലുകളുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ചാണ്. അപ്പോൾ പാർട്ടിയിൽ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നയസമീപനങ്ങളിലെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പ്രവർത്തന റിപ്പോർട്ടിൽ നേതാക്കളുടെ തന്നെ ദൂരത്തിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം ഇവിടെയുണ്ട്. ശ്രീ ഹസ്കർ, ഗോപികൃഷ്ണൻ, പ്രവർത്തന റിപ്പോർട്ട് മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതും അത് മറ്റൊരർത്ഥത്തിലാണ് അതിനെ പരിശോധിക്കേണ്ടത്. പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടാവും.
മറിച്ച് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖ എന്ന് പറയുന്നത് കേരളം വരുന്ന കാൽനൂറ്റാണ്ട് കാലത്തിലേക്ക് കേരളം എങ്ങനെ മാറി ചിന്തിക്കണം, കേരളത്തിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാക്കണം എന്ന ആത്യന്തികമായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് ഒരു ബദൽ സമീപനമാണ് കേരളം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക ഞെരുക്കം, ആ സാമ്പത്തിക ഞെരുക്കത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും, ആ മൊറട്ടോറിയത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും, ആ ആഭ്യന്തരമായി കേരളത്തിൽ നിന്ന് വിഭവം സമാഹരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ അങ്ങ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെയോ ബി ജെ പിയുടെയോ ഒക്കെ ഈ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് എങ്ങനെയാണ് CPM വേറിട്ട് നിൽക്കുന്നത്? അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഏതെങ്കിലും തരത്തിൽ വിറ്റുതൊളിച്ചിട്ടുള്ളത്. അത് ഒന്നാകെ കൈയൊഴിയുകയും അത് അതിസമ്പന്നരുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് എയർ ഇന്ത്യ നമ്മുടെ സ്വന്തമായിരുന്നു, അത് ടാറ്റയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ആ പൊതുമേഖലാ സ്ഥാപനം ടാറ്റയുടെ സ്വന്തമായി മാറുന്നു എന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. പക്ഷേ കേരളത്തിലെ പീഡിത വ്യവസായത്തെ ഏതെങ്കിലും തരത്തിൽ സിക്ക് യൂണിറ്റായി പ്രഖ്യാപിച്ചിട്ടുള്ള കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി അതിനൊരു പുതിയ പാക്കേജ് എന്ന അർത്ഥത്തിലാണ് ചെയ്യുന്നത്. മാത്രമല്ല, സമ്മേളനത്തിൻ്റെ ചർച്ചകളിൽ ഭാഗമായിട്ട് പലപ്പോഴും പല നിർദ്ദേശങ്ങളും വരാറുണ്ട്. അത്തരത്തിലാണ് ആ നവകേരളത്തിൻ്റെ പുതുവഴികൾ വന്നിട്ടുള്ളത്. അങ്ങ് ചോദിക്കുന്നത് പ്രവർത്തന റിപ്പോർട്ടിൽ ഓരോ സഖാക്കളെയും, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കന്മാരെ, അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള സഖാക്കളെ ഓരോരുത്തരെയും പേരെടുത്തു പറഞ്ഞ് അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവർ നടത്തിയിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളെ സംബന്ധിച്ചും വ്യക്തിമാരെ പറയും. അതുപോലെ തന്നെ പാർട്ടിയുടെ കേരളത്തിലുള്ള മുഴുവൻ കേഡർമാരെ സംബന്ധിച്ചും ആ കേഡർമാരെ ബ്രാഞ്ച് തലത്തിലുള്ള കേഡർമാർക്ക് വരെ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചും അത് വിമർശിക്കുകയും അത് ജാഗ്രതയോടുകൂടി തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം വേണം എന്നുള്ളതാണ് പ്രവർത്തന റിപ്പോർട്ട്. ഇത് രണ്ടായി കാണാതെ കൂട്ടിക്കുടയ്ക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതാണ് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നത്.